വിവാഹ ദിവസം വരനൊപ്പം വീട്ടിലേക്ക് മടങ്ങിയ വധുവിനെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി. 3 അംഗ സംഘവുമായി എത്തിയത് പെൺകുട്ടിയുടെ മുൻകാമുകൻ. ആ കണ്ട കാറിലായിരുന്നു അവരുടെ മടക്കം. ഒഡീഷയിലെ ബലാംഗീർ ജില്ലയിലാണ് ഈ പറയുന്ന സംഭവം. ഞായറാഴ്ച രാവിലെയാണ് ഈ വിവാഹം നടക്കുന്നത്. വിവാഹ സൽക്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നീട് ഭർത്താവുമൊത്ത് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോഴാണ് ആ യുവതിയെ മുൻ കാമുകൻ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ രണ്ടുപേരും ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തിയാണ് 3 അംഗ സംഘം അവളെ തട്ടിക്കൊണ്ടുപോകുന്നത്. വരൻ ബലാംഗീർ സ്വദേശിയായിട്ടുള്ള ഹരിബന്ധു പട്ടേലാണ്. കാരണം ഹരിബന്ധു പട്ടേൽ പോലീസിനെ സമീപിച്ചു പരാതി നൽകിയിട്ടുണ്ട് തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതിന്. കന്തമാലിൽ എന്ന സ്ഥലത്ത് നടന്ന വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഈ വധുവും വരനും തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇതിനിടെയായിരുന്നു ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തുന്നത്. വളരെ ആഘോഷപൂർവ്വം ബന്ധുക്കളെയും സ്നേഹിതരെയും ഒക്കെ വിളിച്ചു ചേർത്ത് നടത്തിയ ഒരു വിവാഹമാണ്. ബദബന്ധ എന്ന സ്ഥലം, അതിന് സമീപം തർബ റോഡിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. 2 കൂട്ടാളികളുണ്ടായിരുന്നു ഇയാൾക്കും. ഇയാൾ ആദ്യം കാർ തടഞ്ഞു. കാർ ആദ്യം തടഞ്ഞപ്പോൾ സംഭവം മനസ്സിലായില്ല. പക്ഷെ പിന്നീട് ഇയാളുടെ മുഖം കണ്ടതോടുകൂടിയാണ് അത് ഇവരുടെ മുൻ കാമുകനാണെന്നും വ്യക്തമായത്. അങ്ങനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ആ വധുവിനെ ബലമായി ആ കാറിൽ നിന്ന് വലിച്ചിറക്കി പുറത്തിറക്കി അവർ വന്ന വാഹനത്തിൽ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. എന്താണെങ്കിലും അധികം താമസിക്കാതെ തന്നെ ഈ വരനായിട്ടുള്ള ഹരിബന്ധു പട്ടേൽ തർബ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി അതിനുശേഷം തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അയാളുടെ പരാതി. എന്നാലും സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ യുവതിയെ കണ്ടെത്താനും പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് പോലീസ് പറയുന്നു. എന്താണെങ്കിലും ഈ മുൻകാമുകനുമായി ഇപ്പോഴും അവൾക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്തൊക്കെയോ വൈരാഗ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. എന്താണെങ്കിലും നല്ലൊരു വിവാഹം, വലിയ ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൻ്റെ ആ ദിവസം തന്നെയാണ് വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് സൽക്കാരം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് മുൻകാമുകൻ്റെ ഇത്തരത്തിലൊരു അതിക്രമം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.